വാട്സ്ആപ്പ് ബോയ്സ് ആൻഡ് ഗേൾസ് സുഖമാണെന്ന് വിചാരിക്കുന്നത് നമ്മൾ ബൺ മസ്ക് ട്രൈ ചെയ്യാൻ പോവുകയാണ്. അത് ട്രൈ ചെയ്യും. അതിന് മുമ്പ് അതിൻ്റെ അലൈനൻസ് മാറ്റേണ്ട ദിവസം എത്തിയിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. ചിലപ്പോൾ ഈ മാസം മാറുമായിരിക്കും, അല്ലെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ മാറ്റിക്കും. ഏകദേശം തീരാറായി കോഴ്സ്. നമ്മൾ 1 CR അടുത്ത് എത്തുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഒന്നും എത്തിയിട്ടില്ല. 50 lakhs അടുത്ത് എത്താൻ പോകുന്നു. ഈ വർഷം തികയ്ക്കും. ഇനി മുതൽ ഞാൻ ആഗ്രഹങ്ങൾ വലുതാക്കുകയാണ്. ഈ എംപയർ കെട്ടിപ്പൊക്കണമെങ്കിൽ കുറച്ചേറെ പൈസ വേണ്ടി വരും. ഈ അബാൻഡൻ ഇൻ കേരള കഴിഞ്ഞിട്ട് അബാൻഡൻ ഇൻ തമിഴ്നാട് ചെയ്യാൻ പോവുകയാണ്. അത് ഞാൻ മുംബൈ പോയി വന്നു കഴിഞ്ഞിട്ട്. ഞാനൊക്കെ ഇന്നലെ പറഞ്ഞ് കാണത്തില്ല, എനിക്കൊരു ആഡ് ഷൂട്ട് ചെയ്യാനുണ്ട്. ആ ആഡ് ഷൂട്ട് കഴിഞ്ഞിട്ട് നമ്മൾ മുംബൈ പോകുന്നതാണ്. യഥാർത്ഥം ഇന്ന് പോകാതിരുന്നത്. നീ എൻ്റെ കൂടി എറണാകുളം വരുന്നടാ ഇനി മുതൽ നമ്മളൊട്ടും പുറകിലോട്ടല്ല. എന്തായാലും 1 കോടി അടുത്ത് എത്തിച്ചിട്ടേ ഉള്ളൂ മോനെ. എൻ്റെ അംബിഷൻ അടുത്തോട്ട് ഇനി നമ്മൾ കുതിച്ച് പോകാൻ പോവുകയാണ്. കുറേ നാൾ നമ്മളിങ്ങനെ നടന്ന് പോയി ഈ ജന്മത്തൊന്നും എത്തും തോന്നുന്നില്ല. അവിടെ നമ്മൾ കുതിച്ച് പോകാൻ പോവുകയാണ്. ഓൾറെഡി ഈ മാസം ഞാൻ 6 വീഡിയോ ഇട്ട് 8 വീഡിയോ ഓൾറെഡി എടുത്തായിരുന്നു. പക്ഷേ എൻ്റെ എഡിറ്റേഴ്സൊക്കെ ഇപ്പോഴും ടൈം കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് 1-2 എഡിറ്റേഴ്സിനും കൂടെ തപ്പണം. എനിക്ക് ഇതുവരെ ഞാൻ നോക്കുന്നുണ്ട്, പാരലലി നോക്കുന്നുണ്ട്. എനിക്ക് സെറ്റായി കിട്ടിയിട്ടില്ല. കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അടുപ്പിച്ച് ഒരു 10-15 വീഡിയോ എങ്കിലും മാസം പോകുന്നതാണ്. ഫുഡ് ചാലഞ്ച്, അതല്ലാതെ അബാൻഡൻഡ്, കുറേയൊക്കെ ചെയ്യാനുണ്ട്. പൈസ എൻ്റെ ഉണ്ടെങ്കിൽ എനിക്ക് ചാലഞ്ച് എല്ലാം ചെയ്യാം, ഒരു കുഴപ്പമില്ല. നല്ലതായിട്ട് പൈസ എത്തിക്കണം, അത്രേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഈ എംപയർ വലുതാക്കാൻ നോക്കുന്നത്. നമുക്ക് എന്തായാലും 1 കോടി അടുത്തെത്തിക്കണം ഈ ഏപ്രിൽ തീരുന്നതിന് മുമ്പേ. ഇപ്പം നമ്മൾ 42 കിടക്കുന്നത്. 42 തോന്നുന്നു. 42 അല്ല ഏട്ടാ, 44 തോന്നുന്നു. എന്തായാലും ഏപ്രിൽ വരെ ഏകദേശം 5 മാസം കൊണ്ടുണ്ട് നമുക്ക് 55 ലക്ഷം രൂപ ഉണ്ടാക്കണം. ഉണ്ടാക്കിയിരിക്കും. ഞാനൊക്കെ അപ്ഡേറ്റ് ചെയ്തോണ്ടിരിക്കുക എത്രയാവുന്നുണ്ടെന്ന്. നമുക്ക് വലിയ ആഗ്രഹങ്ങളാണ്. നമ്മൾ വലിയ വണ്ടികൾ മേടിക്കും. ഇപ്പോൾ ഫ്രോങ്സി കിടന്ന് ഓടുമല്ലേ, ഒരു കാലത്ത് ഇത് മാറ്റി ഞാൻ BMW ആക്കാൻ പോവുകയാണ്. പക്ഷെ അതിന് മുമ്പ് ഒരു BYD വേണം എനിക്ക്. എല്ലാ സെറ്റും അല്ല, നോക്കിയോ കാണിച്ചു തരാം. ഞാൻ കുട്ടപ്പനായി കുളിച്ചൊരുങ്ങി വന്നു. പുതിയ ഡ്രസ്സൊക്കെ ഇട്ട്. ഹുഡിയാണായിട്ടത് അല്ലല്ലേ. അപ്പോൾ നമ്മൾ മുംബൈ പോകും കേട്ടോ. ആദ്യം ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ അബാൻഡനും തമിഴ്നാടും കൂടി ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇറങ്ങാം. അവിടെ അടുത്ത മാസം ഇറങ്ങത്തുള്ളൂ. പക്ഷെ ഇന്ന് ഇറങ്ങായിരുന്നേ. ഇന്ന് വൈകുന്നേരം ഞാൻ ഇറങ്ങാൻ ഫുൾ സെറ്റായിരുന്നു. അല്ല, ഫുൾ സെറ്റൊന്നും ചെയ്തില്ലേ ഞാൻ എടുത്ത് വെച്ചില്ല. ഞാൻ തലേ ഒരു മണിക്കൂർ മുമ്പ് എടുത്തു വെച്ചിട്ട് ഇറങ്ങുന്ന കൂട്ടത്തിൽ ആരും എവിടെയൊക്കെ പ്രാർത്ഥിച്ച് പോകണ്ടെന്ന് ഇത്ര വട്ടം. എനിക്ക് തോന്നുന്നു ഇവനാണെന്ന് തോന്നുന്നു ക്യാമറമാൻ. എനിക്ക് ഇത്ര പെട്ടെന്ന് പോയിട്ട് നമ്മളങ്ങനെ എത്തി കേട്ടാ. ഡെന്റൽ ആൻഡ് ബ്രേസസ് ക്ലിനിക്, അലൈനേഴ്സ് ബ്രേസസ് ആൻഡ് ഡെന്റൽ ക്ലിനിക്. നമ്മൾ 11:30 എത്തേണ്ടത് 12:55 എത്തി. നേരത്തെ 1 മണിക്കൂർ നേരത്തെ നമ്മൾ ഇറങ്ങി. പല്ലെടുക്കാൻ വന്നതാണോ? പല്ലെടുക്കാൻ വന്നതല്ല, നീ എടുക്കുന്ന എൻ്റെ പല്ലെടുക്കുന്നു. കുറച്ച് എടുത്തേക്കടാ, കുറച്ച് സംസാരം പറയാം. ചെറുതായിട്ട് കുറച്ചൊരു സ്പേസ് ഉണ്ട്, അതും കൂടി അടയ്ക്കാനുണ്ട്. അപ്പോൾ ഒരു സ്കാൻ കൂടി ചെയ്യുക. എൻ്റെ ഡോക്ടറെ പല്ലെടുത്തേക്ക്. ഡോക്ടറെ ഇവിടെ പല്ലെടുത്തേക്കാൻ പറയും. പല്ലെടുത്തേക്കാൻ ഓൾറെഡി എനിക്ക് എടുക്കാൻ 32-30 ആയത്. ആ 2 പല്ലെടുത്തേക്ക്. വണ്ടിയൊക്കെ കൊണ്ടുപോയി വണ്ടിക്കകത്ത് വെച്ചിടാം. എവിടെയെങ്കിലും കഴിക്കാൻ പോവാ. വിശക്കണ്. അതിനകത്ത് ഇനി സ്ഥലമുണ്ടോ വിശക്കാൻ? കറന്നോ? അത് പിന്നെ കറക്കാടെ. ഇപ്പൊ കറക്കാൻ ബുദ്ധിമുട്ടാ. അത് ഫുള്ളും വലുതായിട്ടില്ലെന്ന് തോന്നുന്നു കറക്കാൻ. നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടാ. ഇനി എന്തായാലും നമുക്ക് ബൺ മസ്കയും ചായ കുടിക്കാന്നും പറഞ്ഞ് ഈ ഫേമസ് കപ്പിൾസിന്റെ ലൊക്കേഷനിലോട്ട് എത്തിയിരിക്കുന്നത്. അവരിന്ന് പനമ്പള്ളി നഗറിലാണ് പറയുന്നത്. ഇവിടെ കുറെ കപ്പിൾസ് മാത്രമേ ഉള്ളൂ. കപ്പിൾസ് ചായ കാണുന്നില്ല. എന്ത് ചെയ്യുന്നു? ഉള്ളതല്ലേ ഞാൻ പറഞ്ഞത്. ശരിയാ കേട്ടാ. അപ്പൊ എന്തായാലും ഇവിടെ പ്രൊസീജിയർ എന്ന് അറിയത്തില്ല. ഇവര് വന്നു കഴിഞ്ഞിട്ട് സ്കാനൊക്കെ ചെയ്യണമെന്നാണ് ഇവന്മാര് പറഞ്ഞത്. അപ്പൊ അവര് വന്നു കഴിഞ്ഞിട്ട് നമുക്ക് അവരുടെ സ്കാൻ ചെയ്ത് ഇങ്ങോട്ട് ഇത് കൊണ്ടുപോകുന്നത്. ഒരു ബൺമസ്കയുടെ കഥയ്ക്ക് വേണ്ടി ഇവിടെ വരെ എത്ര MP പറഞ്ഞു എന്തുവാ അവരെ സ്കാൻ ചെയ്യുന്ന, അവരെല്ലാം സ്കാൻ ചെയ്യണ്ട, സ്കാനറെ സ്കാൻ ചെയ്യണ്ട. അവരെ സ്കാൻ ചെയ്യാൻ പറ്റുക? എനിക്കറിയത്തില്ല. വേണമെങ്കിൽ ഇവരെ സ്കാൻ ചെയ്യാം. ഇവൻ നോക്കി അങ്ങോട്ട് വെറുതെ തല്ലി മേടിച്ചു തരും. ഞാൻ തല്ലി മേടിച്ചു തരാം. തല്ലി മേടിച്ച് എല്ലാരും മേടിച്ചു തരും. എന്നാലും നമുക്ക് ബൺമസ്ക് എത്തിക്കേണ്ട സ്കാൻ ചെയ്യാം. കണ്ണിട്ട് കാത്തിരുന്ന ഈ പാർക്കാണ് ബോയ്സ്. ഇവിടെ കുറച്ച് കപ്പിൾസ് അവരുടെയൊക്കെ ഉണ്ട്. അതേ ഉള്ളൂ. 3:45 കേട്ടാ. അവര് വരുമായിരിക്കും. ഓൾറെഡി ഉള്ള ആൾക്കാരാണോ അല്ല ഇതിനു വേണ്ടി വന്ന ആൾക്കാരാണെന്ന് അറിയത്തില്ല. അവിടെ അതെ കണ്ടോ ആൾക്കാരെല്ലാം നിൽക്കുന്നുണ്ട്. അവിടെയാ ഇവിടെ ആൾക്കാർ അവരുടെയൊക്കെ എല്ലാവരും പോകണ്ട. പക്ഷെ റോഡിൽ നിൽക്കുന്ന അവിടെ നമുക്ക് അങ്ങോട്ട് പോകാം. ഇവിടെ പാസ്പോർട്ട് ഓഫീസ് വല്ലതും ഉണ്ടോ? ഇല്ല. ഉറപ്പാണോ? കപ്പിൾസിനെ കാണാൻ വന്നത്. കപ്പിൾസിനെ കാണാൻ വന്നത്? ചായ കുടിക്കാൻ വന്നത്? കപ്പിൾസിനെ കാണാൻ മിക്ക ചായ കുടിക്കാൻ വന്നത്. അതാ മറൈൻ ഡ്രൈവ് പോയാലും മതി. ഇതിന്റെ ഇടക്ക് നമുക്ക് സാധനം മേടിക്കണം അല്ലേ? മേടിക്കാം. ഇതിന്റെ എഫേർട്ട് ഇട്ടിട്ട് ആരാ എടുത്ത് പറഞ്ഞു ഇതിനെ കുറിച്ച്? ഇന്നലെ ഞാൻ പറഞ്ഞു.
നിങ്ങൾ ആരോ പറഞ്ഞത് ഇന്നലെ ഞാൻ പോകത്തിട്ടല്ലേ. അല്ല ഇന്നലെ അല്ല ഞാൻ തന്നെ പറഞ്ഞു. ഇന്നലെ ഞാൻ എന്റെ ഫസ്റ്റ് ഇത് പറഞ്ഞു, നമ്മൾ പോവാന്ന് പറഞ്ഞു മുടി വെട്ടിയിട്ട്. പിന്നെ നമ്മൾ നേരെ എങ്ങോട്ട് പോയി. ഇന്ന് എനിക്ക് വേറെ കുറെ പണിയുണ്ടായിരുന്നു. അതെല്ലാം കണ്ടാ, വേണ്ടി ഞാൻ കാരണം മുഖത്തെ ഗ്ലാമർ മാറി. ഗ്ലാമറാ. എന്റെ മോഹം ഇപ്പൊ കറുത്തോണ്ടിരിക്കുക. ഇന്നലെ ഇപ്പൊ കരിച്ചേന്റെ ആര് പറഞ്ഞു പോയി കരിയിക്കാൻ? ഞാൻ പറഞ്ഞു നീ തന്നെ പറഞ്ഞത്. കരിയിക്കാൻ അത് നീയാ പറഞ്ഞത്. തിരക്ക് നമ്മൾ പാസ്പോർട്ട് ഓഫീസ് തുറന്നിരിക്കുന്നത് നോക്കിയ സ്കാൻ ചെയ്യാൻ വേണ്ടി നീ സ്കാൻ ചെയ്തിട്ട് സ്കാനൊക്കെ ചെയ്താലേ കിട്ടത്തുള്ളൂ. പോയി സ്കാൻ ചെയ്യടാ. സ്കാനർ കാണുന്നില്ല. സ്കാനർ കാണുന്നില്ലെങ്കിൽ ആ S24 എടുത്ത് സൂം ചെയ്യും. ബോയ്സ് നിങ്ങൾക്ക് സ്കാനർ വേണമെങ്കിൽ വീട്ടിൽ നിന്ന് സ്കാൻ ചെയ്യാം. സ്പെഷ്യൽ ചായ എത്ര വേണം നമുക്ക്? 2 2 4 4 1 2 3 2 ചായ കുടിക്കുന്നു ഒരേ ആൾക്ക്. 3 എണ്ണം. 3 ബണ്ണ് എത്ര? ബണ്ണ് 2 2 4 6 എണ്ണം. 6 എണ്ണോ? തിരാമിസു 3 എണ്ണം. ആ ഓക്കെ. ഇപ്പൊ ഓണാന്നേ ഉള്ളത്. ഓണായില്ല എത്ര നേരം. ബോംബാന എഴുതാ വേണ്ട ബാലു. ബാലു ബാലു ഹായ് ഹായ്. ആലപ്പുഴ ആലപ്പുഴ. നിങ്ങൾ ആലപ്പുഴ ഇവിടെ വരെ വന്നോ? ഓക്കെ ഓക്കെ. ഞാനിവിടെ വേറെ എൻ്റെ ഡെന്റലിൻ്റെ ഒരു അപ്പോയിൻമെന്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുവഴി കയറി പോകാൻ 3 ചായ 6 ബണ്ണ് 7 ബണ്ണ് ഇരിക്കട്ടെ ഒരു രസത്തിന്. നീ എക്സ്ട്രാ തിന്നോളാം. 52 ഇട്ടിരിക്കുന്ന ടോക്കൺ. നല്ല ടൈം എടുത്ത് 52 നമ്മള് പെട്ടെന്ന് ഫസ്റ്റ് സ്കാൻ ചെയ്തല്ലേ. എല്ലാവരും ഓരോന്ന് ഡാൻസ് സ്കാൻ ചെയ്തോണ്ടിരിക്കുകയാണ്. അല്ല നമ്മൾ പെട്ടെന്ന് ചെയ്തില്ലല്ലോ. നമുക്ക് ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കണ്ടേ? എന്ത് സമയങ്ങൾ പറഞ്ഞു കൊടുക്കണ്ടേ? വേണ്ട പൊക്കണമെന്നോ എന്നെ? നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ എനിക്കും അറിയത്തില്ല. ആ കപ്പിലാണെന്ന് ഇവരാണ്. നമ്മൾ അവിടെ നിന്ന് ഇപ്പോൾ മാറി നിൽക്കുകയാണ്. ഓരോന്നായിട്ട് ഇവിടെ നമ്പർ കുറഞ്ഞു വരും. ഇതൊരു 0 എത്താൻ നമുക്ക് മേടിക്കാം കേട്ടോ. നമ്മൾ വെയിറ്റ് ചെയ്ത് 16 ആക്കിച്ചു കേട്ടോ. കണ്ടാ വ്യക്തമായി പേര് കണ്ടില്ല. എന്റെ പേരാ. അതാണ് ഇത്ര സമയം പോയിരുന്നത്. പിന്നെ 6 പേര് എനിക്ക് വിശക്കുന്ന കേട്ടോ. എനിക്ക് ബണ്ണ് വേണം. ബൺ നമ്മൾ ഏകദേശം ക്യൂവിൻ്റെ മുമ്പിലെത്തി. എത്ര മണിയായിട്ട് നമ്മൾ നിൽക്കുക? നമ്മൾ 3 വന്നല്ലേ. നമ്മൾ 4 മണിക്കല്ലോ. 3:45 ബണ്ണും മസ്കയും അവസാനം ശരി. എനിക്ക് അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴാണ് ശ്വാസം വീണത്. ഞാൻ താളം കൊണ്ടുവരുന്നത്. കാർ വരെ ഞാൻ പോകുന്നില്ല. ഇവിടെ വെച്ച് തന്നെ കഴിച്ചേക്കാം. ചായ നമുക്ക് അതിന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് ഇറാനിയൻ ചായ ആണെന്നാ പറഞ്ഞത്. ഇത്രയോടെ കഴിച്ചാ നീ? ഞാൻ ചായ ഒന്ന് കുടിച്ച് പറ എങ്ങനെ ഉണ്ടെന്ന്. ഇത് രണ്ടും കൂടെ മുക്കിയാണ്. ചായ മാറ്റി ഒറ്റക്കല്ലേ കുടിക്കുന്നത്. ചായ കുടിച്ച് നോക്കണ്ട ഒറ്റയ്ക്ക്. ഉപ്പ് വേണ്ട. കാർണിവറായിരുന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം കറക്റ്റ് ആയിട്ട് ബോയ്സ്. ഞാൻ പറഞ്ഞുതരാം ഇപ്പൊ ഗൈസ്. നീ ഓൾറെഡി കഴിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞില്ല ഇതുവരെയായിട്ട്. കൊള്ളാം. ഒത്തിരി മധുരം ഇല്ല. വെണ്ണ ഇല്ലേ? വെണ്ണ ഒരു ബണ്ണ തേക്കുമ്പോൾ ഉള്ള ടേസ്റ്റാ. വെണ്ണ ബണ്ണ തേക്കുമ്പോൾ ഒരു ടേസ്റ്റാ. കുഴപ്പമില്ല. കൂടുതലും ബണ്ണ് കഴിക്കുന്നവർക്ക് തോന്നുന്നത്. ബണ്ണ് കഴിക്കുന്നവർക്ക് തോന്നുന്നു. അതിനകത്ത് ഒത്തിരി ഓവറായിട്ട് ഇതില്ലാത്തോണ്ടാ, മധുരം ഇല്ലാത്തോണ്ടാ അങ്ങനെ തോന്നുന്നത്. ചായക്ക് മധുരമില്ല. ഈ ചായ മധുരം നോർത്ത് ഇന്ത്യൻ ചായ കണക്ക് കുടിച്ചിട്ട് അല്ലേ? ഹൗ ഡു ഐ റേറ്റ് ഇറ്റ് ഔട്ട് ഓഫ് 10? ഷുഡ് ഐ റേറ്റ് ഇറ്റ് ഔട്ട് ഓഫ് 10? യെസ് 10 ഔട്ട് ഓഫ് 10. കൊള്ളാം. 7. ഞാൻ ഒരെണ്ണം കൂടി കഴിച്ചിട്ട് പറയാം. വെയിറ്റ്. അതിനാണ് 2 എണ്ണം നമ്മൾ മേടിച്ചത്. ഞാൻ ആദ്യം ഒരു ചായ മുക്ക കഴിച്ചു നോക്കട്ടെ. ഇവൻ്റെ മാറ്റിയേക്ക് ഞാൻ സ്വന്തം ഒപ്പീനിയൻ തരാം കേട്ടാ. ക്രീം മാത്രമായിട്ട് കഴിക്കട്ടെ. ഇത് മറ്റേ നോർമൽ ബണ്ണാ. അതാ പറഞ്ഞ ക്രീമിൽ തന്നെ കഴിച്ചത്. ബണ്ണ് വെറും നോർമൽ ബണ്ണ് തന്നെ. നിക്ക് ഞാൻ ഇത് ഒരെണ്ണം കൂടെ കഴിച്ചു നോക്കട്ടെ. പറയാം ഇപ്പൊ പറയാം. വെണ്ണ ഇപ്പൊ വെണ്ണ എടുത്ത് നിങ്ങൾ ബണ്ണ തേച്ച് എങ്ങനെ ഇരിക്കും? ആ ടേസ്റ്റാ. ദേ ഇങ്ങനെ ഞെക്കണം. കണ്ടാ? ദേ ഇത് കണ്ടാ? ഇങ്ങനെ വരണം. കുറേ ഏറെ കഴിച്ച് കഴിയുമ്പോൾ നിങ്ങളൊരു മടുക്ക്. ബട്ടറൊക്കെ ഉള്ളതുകൊണ്ട്. ചായക്ക് വലിയ മധുരമൊന്നുമില്ല. ഒരു ഷുഗർ പേഷ്യൻ്റ് ചായ. ഒരു ബണ്ണൊക്കെ കഴിക്കാവുള്ളൂ. രണ്ടാമത്തെ ബണ്ണ് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് അത്യാഗ്രഹമായിരിക്കും. എന്നുവെച്ചാൽ ആ ഒരു ബട്ടറിൻ്റെ ആ ഒരു പ്രയോഗം ഉണ്ട് അതിനകത്ത്. അതാ. പക്ഷെ ബണ്ണ് നോർമൽ ബണ്ണല്ലേ? വേറൊരു മധുരമില്ലാത്തൊരു ബണ്ണായിരുന്നു. നല്ലതായിരുന്നു. നമ്മൾ വെറും ഒരു ബണ്ണ് മുക്കി കഴിച്ചാൽ ആ ഒരു ടേസ്റ്റ് വരുന്നത്. ചായക്ക് വലിയ വ്യത്യാസം ഉണ്ടായിരുന്നു. നോർത്ത് ഇന്ത്യൻ ചായ ഇറാനിയൻ ആണെന്ന് അറിയത്തില്ല. നോർത്ത് ഇന്ത്യൻ ആണ്.
നമ്മളൊരു മൂവി കാണാൻ പോവുകയാണ്. കുറേ ദിവസങ്ങളായിട്ട് ഞാൻ മൂവി കാണാൻ ശ്രമിക്കുന്നു. ആ ബാഡ് ലെൻസ് തീർന്നിട്ടുണ്ടായില്ലെന്ന് അറിയത്തില്ല. തീർന്നിട്ടില്ലെങ്കിൽ നമ്മൾ ഇന്ന് പോയി കാണുന്നതാണ്. പിന്നെ ഇന്ന് ജസ്റ്റ് ഒരു കോൾ വന്നപ്പോൾ ഞാൻ കോളിൽ സംസാരിക്കാൻ വേണ്ടി വഴി വെച്ച് നിർത്തിയതാണ്. കോൾ വന്നത് റാൻഡം ഒരു സബ്സ്ക്രൈബർ എനിക്ക് മെസ്സേജ് അയച്ചു. എന്നെ കുറേ നാളായിട്ട് കാണുന്നതാണെന്ന് തോന്നുന്നു. ഒമാനിലുള്ള ആളാണ്, ഒമാനിലുള്ള. ഇറ്റ്സ് മീ ജുബ്സ് എന്നാണ് പേര്, ജുബിൻ എന്നാണ് പേര്, ജുബിൻ വർഗീസ്. ഇതാ ഫോട്ടോ. വ്ളോഗിനകത്ത് ഇടാമെന്നും പറഞ്ഞില്ല, ഞാൻ എന്തായാലും ഇടാൻ താല്പര്യപ്പെടുന്ന വേണ്ടി ഇടുന്നതാണ്. ഇതായിരുന്നു ഞാൻ എന്താ വെറുതെ ഇങ്ങനെ ഇൻസ്റ്റ നോക്കിയപ്പോൾ ഇൻസ്റ്റയ്ക്കകത്ത് DM വന്നതാണ്. അപ്പോൾ ഞാൻ റിപ്ലൈ കൊടുത്ത് നമ്മൾ കുറച്ച് സംസാരിച്ചിരിക്കുന്നു. എൻ്റെ എല്ലാ വീഡിയോയും കാണാറുണ്ടെന്ന്. അവരിപ്പോൾ അവർ ഒമാനിൽ എന്തുവാണ് ബീച്ചിലിരിക്കുകയാണ്. ഇപ്പം ഞാൻ എവിടെയെങ്കിലോട്ട് പോയേനെ പൊക്കത്തോട്ട്. പിന്നെയും മൂവിയുടെ ടൈം തീർന്നു. ഈ ബാഡ് ലെൻസ് എനിക്ക് വിധിച്ചിട്ടില്ല. എത്ര ദിവസമായിട്ട് വരുമെന്ന് അറിയാം ബാഡ് ലെൻസ് കാണാൻ വേണ്ടി. നടക്കുന്നില്ല, ബാഡ് ലെൻസ് ഒക്കെ നടക്കുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ ഈക്കോ എന്ന പേരിലൊരു മൂവിയാണ്, അത് പോയി കാണാമെന്ന് വിചാരിച്ചു. കൊള്ളാവോ ആവോ, ട്രെയിനറിന് ഇത് കാണണം. ഞാൻ എവിടെ വെച്ചൊരു കുറച്ച് ആഗ്രഹിച്ചാണ് ഇനി മുതൽ എല്ലാ പടവും കൊള്ളാമെങ്കിലും കൊള്ളില്ലെങ്കിലും എല്ലാം വന്ന് കാണാമെന്ന്. അതിനുള്ള അഭിപ്രായം നിങ്ങൾക്ക് എങ്ങനെയുണ്ട്? ഞാൻ വന്ന് കാണണം. നിങ്ങൾ കമൻറ്റിൽ പറയും. ആ മൂവി പകുതി ഇന്റർമിഷൻ വരെ ഏകദേശം ഒരു പട്ടി മൂവി കണക്കെ ആയിരുന്നു. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ അവസാനം എത്തി കഴിഞ്ഞപ്പോൾ ഏകദേശം കുഴപ്പമില്ല അല്ലേ. പക്ഷെ പകുതി വരെ കണ്ടപ്പോൾ എനിക്ക് എന്താണ് കുറേ പട്ടികളും കുറേ കോപ്പും വെറുതെ പട്ടി ഷോളൊക്കെ പട്ടി മൂവിയായിരുന്നു. എന്നാലും ബാക്കി ലാസ്റ്റ് ഇത് കണ്ടിരിക്കുമ്പോൾ പിന്നെ നൈസായിരുന്നു. ഇപ്പോഴും ഞാൻ മറന്നു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ പെട്രോൾ ഒരു മാസം എത്ര ഉണ്ടെന്ന് ചിലവാകുന്നതിൻ്റെ കൗണ്ട് കൂട്ടാൻ. ഞാൻ കുറേ പ്രാവശ്യം വന്നു, പക്ഷേ എനിക്ക് ഓർമ്മ വരാറില്ല. പിന്നെയും പെട്രോൾ പമ്പിലാണ്. ഇപ്പോൾ തൽക്കാലം ഇത് കൂടി വരുന്നുണ്ട്. എത്രയാണെന്ന് അറിയത്തില്ല. 3000 കഴിഞ്ഞ് 1 ലിറ്റർ ഉണ്ടായിരുന്നു തോന്നുന്നു. 39 1 ലിറ്ററേ ഉള്ളായിരുന്നു തോന്നുന്നു. ഫ്രണ്ടോട്ട് വരുന്നത് തീർന്നേനെ, തള്ളണ്ടി വന്നേനെ. നീ തള്ളിയേനെ. 1/2 ലിറ്റർ ബാക്കിയുള്ളായിരുന്നു. എനിക്ക് 450 കിലോമീറ്റർ പോലും എൻ്റെ വണ്ടി ഫുൾ ടാങ്കിൽ ഓടാറില്ലെന്ന് തോന്നുന്നു. ഇനി എന്തായാലും നമുക്ക് ഇനി മുതലൊരു കണക്ക് വെക്കാം പൊക്കത്തെ.